ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗായ്സ്, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സീറോ ഹേറ്റേഴ്സ് എന്നൊക്കെ പറയുന്നതിൽ ഒരു പ്ലെയറിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. സീറോ ഹേറ്റേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ ആദ്യം നമ്മൾ മൈൻഡിൽ വരുന്നത് ടോണി ക്രൂസ്, റൊണാൾഡീനോ, കാൻഡെ എന്ന് പറയുന്നൊക്കെ പ്ലെയറാണ്. ഇപ്പം മെസ്സി, റൊണാൾഡോ ഒക്കെ എടുത്ത ഒരുപാട് ഹേറ്റേഴ്സ് അവൈലബിൾ ആണ്. അതുപോലെ ഒരു പ്ലെയറിനെ കുറിച്ചിട്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. രാജ്യത്തിന് കളിക്കുന്ന സമയത്ത് ഒരുപാട് വിമർശനം ഏറ്റുവാങ്ങിയ ഒരു പ്ലെയർ ആയിരുന്നു. അതിനുശേഷം അവൻ്റെ ഏറ്റവും വലിയൊരു ഡ്രീമായിരുന്നു ആ രാജ്യത്തിന് വേണ്ടി കോച്ചായിട്ട് വരിക എന്നുള്ളത്. ഏറ്റവും വലിയ ഡ്രീമായിട്ടാണ് ഒരുപാട് ഇൻ്റർവ്യൂസിലും അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും കാലം വെയിറ്റ് ചെയ്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പറയാൻ പോകുന്നത് റിയൽ മാഡ്രിഡിൻ്റെ ലെജൻഡായിട്ടും അതുപോലെ റിയൽ മാഡ്രിഡിൻ്റെ കോച്ചായിട്ടും ഒരുപാട് റെക്കോർഡുകൾ സൃഷ്ടിച്ച സിനദിൻ സിദാനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. എനിക്ക് തോന്നുന്നു റിയൽ മാഡ്രിഡിൻ്റെ ഹിസ്റ്ററിയിൽ തന്നെ ഇത്രയും അധികം ഫാൻ ഫോളോയിങ് ഉണ്ടായ വേറൊരു പ്ലെയർ ഉണ്ടോ എന്ന് എനിക്ക് പേഴ്സണലി ഞാൻ മനസ്സിലാക്കുന്നത്. ബാക്കി എല്ലാ പ്ലേയേഴ്സിനും ഇപ്പോൾ കാർലോസ് ആയാലും ഫിയോ ആയാലും എല്ലാവർക്കും ഓക്കെ ആണ്. പക്ഷേ സിദാൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല. പ്രത്യേകം എന്തോ ഒരു താല്പര്യമാണ് സിദാനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത്. കാരണം പുള്ളി അധികം വേറൊരു കോൺട്രവേഴ്സിയിലോ കാര്യങ്ങളോ വേറെ ഒരു തരത്തിലും ആരെയും ബുദ്ധിമുട്ടിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നതോ അല്ലെങ്കിൽ ആരെങ്കിലും ഹിൻ്റ് കൊടുത്ത് സംസാരിക്കുന്നത് ഇതുവരെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. പുള്ളിയെല്ലാം കോച്ചായിട്ട് നിൽക്കുന്ന സമയത്ത് വളരെ സൈലൻ്റ് ആയിരുന്നു. അവസാനം എനിക്ക് തോന്നുന്നു പുള്ളി റിയൽ മാഡ്രിഡ് വിട്ടു പോകാൻ കാരണം ലാസ്റ്റ് കളിച്ച ആ ഒരു ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ റാമോസ് അത്ര ഫിറ്റായിരുന്നില്ല. സെമി ഫൈനൽ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അതിനുശേഷം ഡ്രസ്സിങ് റൂമിൽ ചെറിയൊരു കോൺട്രവേഴ്സി ഉണ്ടായി. അത് സിദാൻ അറിഞ്ഞു. അതിനുശേഷമാണ് സിദാൻ അഗെയിൻ കോച്ചായി തുടരുന്നില്ല എന്നുള്ള റിപ്പോർട്ട് പെരസിനെ അറിയിച്ചത് എന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. പുള്ളി മാഡ്രിഡ് പോയതിനു ശേഷം ഒരുപാട് ഓഫേഴ്സ് വന്നിട്ടുണ്ടാവും. PSG നിന്ന് വന്നിട്ടുണ്ടായിരുന്നു, യുണൈറ്റഡിൽ നിന്ന് ഒരുപാട് റൂമേഴ്സ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുപോലെ ബയൺ മ്യൂണിക് കമ്പനി വരുന്നതിന് മുന്നേ ബയൺ മ്യൂണിക്കിന് വേണ്ടിയിട്ടായിരുന്നു ഒരുപാട്. ബയൺ മ്യൂണിക്ക് ഇതുവരെ കൊടുക്കാത്ത ഓഫേഴ്സാണ്. എനിക്ക് തോന്നുന്നു ഗാർഡിയോളയ്ക്ക് ശേഷം ഏറ്റവും വലിയൊരു സാലറിയാണ് ബയൺ ഓഫർ ചെയ്തത്. പക്ഷെ അതിലൊന്നും വില്ലിങ് ആയിരുന്നില്ല. സിദാൻ്റെ ഏറ്റവും വലിയ ഡ്രീം എന്ന് പറയുന്ന ഫ്രാൻസിൻ്റെ കോച്ചായി തുടരുക എന്നുള്ളത് മാത്രമാണ്. പക്ഷേ അത് ഒരുപാട് ലേറ്റായി എന്ന് എനിക്ക് പറയാനുള്ളത്. ദശാംശനെ സംബന്ധിച്ചിടത്തോളം ദശാംശം ഓക്കെ വേൾഡ് കപ്പ് അടുപ്പിച്ച് കൊടുത്തു. പക്ഷേ നിങ്ങളൊരു കാര്യം ചിന്തിക്കണം, ആ ഒരു സമയത്തുള്ള ഫ്രാൻസിൻ്റെ സ്ക്വാഡ് എന്താണ്, സ്ക്വാഡ് ഓഫ് വാല്യൂ എന്താണ് നമ്മൾ മനസ്സിലാക്കണം. എനിക്കൊന്ന് 3 ബെഞ്ച് പ്ലേയേഴ്സ് അവൈലബിൾ ആണ് ഫ്രാൻസിൻ്റെ ആ ഒരു സമയത്തുള്ള സ്ക്വാഡ്. അതിനുശേഷം വന്ന നാഷണൽസ് ലീഗിലായാലും യൂറോപ്യൻ ലീഗിലായാലും എന്ത് ഇമ്പാക്റ്റാണ് ആ ഒരു സ്ക്വാഡ് വെച്ചിട്ട് ദശാംശന് ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചത്. ഒന്നും ഫൈനൽ എത്തി എന്ന് പറയുന്ന ഒന്നും ഇത്ര വലിയൊരു കാര്യമായിട്ട് ഞാൻ യോജിക്കുന്നില്ല. അത് ആ ഒരു സ്കോഡ് വെച്ച് വിൻ ചെയ്യുക കപ്പടിക്കുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം പറയാനുള്ളത്. കാരണം സെൻട്രൽ ബാക്ക് പൊസിഷനിലായാലും മിഡ്ഫീൽഡിലായാലും അതായത് അറ്റാക്കിങ്ങിലായാലും എവിടെ നോക്കിക്കഴിഞ്ഞാലും പ്ലേയേഴ്സ് അവൈലബിൾ ആണ്. വേറൊരു കാര്യം, എനിക്ക് ദശാംശനോട് താല്പര്യമില്ലാത്ത മെയിൻ റീസൺ, ഒരുപാട് പ്ലേയേഴ്സിൻ്റെ കരിയർ നഷ്ടപ്പെടുത്തിയ ഒരു കോച്ച് കൂടിയാണ് ഈ ഒരു ദശാംശനെ കുറിച്ച് പറയുന്ന സമയത്ത് എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത്. സമീർ നസ്രിയൊക്കെ നല്ല ഫോമിലുള്ള ഒരു സമയത്താണ് നസ്രീനൊക്കെ ഒരു സിറ്റിയിൽ കളിക്കുന്ന സമയത്ത് പോലും ഒരു മത്സരം വരുന്ന സമയത്ത് ടീമിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റീസൺ എന്താ, ഇയാളെ സംബന്ധിച്ച് ഇയാൾക്ക് കുറേ ഒരു ഈഗോ പ്രശ്നമുള്ള ഒരു പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായം എല്ലാ പ്ലേയേഴ്സിനും ഉണ്ടാവും. ഇങ്ങനെ ഫൈനൽ ഡിസിഷൻ എന്ന് പറയുന്ന കോച്ച് തന്നെയാണ്. നസ്രീനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു പ്രോപ്പർ പൊസിഷനിലേക്ക് എന്നെ പ്ലേസ് ചെയ്യുമോ എന്ന് ചോദിച്ചതിൻ്റെ ആ ഒരു റീസണിലാണ് നസ്രീനെ പുറത്താക്കിയത് എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. അടുത്തതായി റിബറി ബയൺ മ്യൂണിക്കിൽ കത്തി നിൽക്കുന്ന സമയത്ത് പോലും റിബറിനെ സ്ക്വാഡിൽ ഉൾപ്പെടുത്തുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അത്രയും ബയൺ മ്യൂണിക്കിൽ എന്താണ് പുള്ളി ചെയ്തതെന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എനിക്കൊന്നൊരു ബാലൻഡ്യൂർ വരെ
ബാലൻഡ്യൂർ ടോപ്പ് 2 മെസ്സിയായിട്ട് വരെ കമ്പാരിസൺ വന്നിട്ടുണ്ടായിരുന്നു റിബറി. അത്രയ്ക്കും ഒരു കമ്പാരിസൺ വരണമെങ്കിൽ എത്രമാത്രം പെർഫോം ചെയ്തിട്ടുണ്ടാകും എന്ന് നമുക്ക് ഊഹിക്കാൻ മാത്രമേ ഉള്ളൂ. അതിനുശേഷം കരീം ബെൻസിമ 6 വർഷമാണ് പുള്ളിയുടെ കരിയർ തന്നെ കൊണ്ടുപോയി കളഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് പറയാം കേസ് ആ ഒരു പ്രശ്നങ്ങളൊക്കെ പറയാം. അതൊക്കെ ഒരു റീസൺ ആയിട്ട് എനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അതൊക്കെ പുറത്തുള്ളൊരു വിഷയമാണ്. അങ്ങനെ കേസുള്ള വ്യക്തിയാണെങ്കിൽ 6 വർഷത്തിന് ശേഷം ആ ഒരു യൂറോപ്യൻ ലീഗ് മത്സരം വരുന്ന സമയത്ത് എഗെയിൻ റിട്ടേൺ വിളിച്ചു. ബെൻസിമ ബെൻസിമ എന്തിനാണോ കൊണ്ടുവന്ന കാര്യം ബെൻസിമ പെർഫെക്റ്റ്ലി ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിനുശേഷം നാഷണൽ ലീഗിൽ സ്പെയിൻ്റെ കൂടെ ബെൽജിയത്തിൻ്റെ കൂടെയും ഗോൾ സ്കോർ ചെയ്തത് ബെൻസിമയാണ്. ഓക്കെ, സ്പെയിൻ്റെ കൂടെ അവസാനം ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് ഒരു കേവ് അടിച്ചിട്ട് ഗോൾ സ്കോർ ചെയ്ത് നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടാകുമെന്ന് വിചാരിക്കും. അതുപോലെ എനിക്ക് തോന്നുന്നു ഉള്ള എല്ലാ ഡിഫൻസ് പ്ലേയേഴ്സും ബോക്സിൽ അവൈലബിൾ ആയിട്ട് ടേൺ ചെയ്തിട്ട് ഒരു ഗോൾ അടിച്ചിട്ട് ആ ഒരു മത്സരത്തിൽ ബെൻസിമ മാത്രമേ ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ടാവും. ബെൻസിമ തന്നെയാണ് നാഷണൽസ് ലീഗിൽ ടോപ്പ് സ്കോറർ ആയതും. എന്നിട്ടും എഗെയിൻ ഇയാൾ എന്തുകൊണ്ടാണ് വേൾഡ് കപ്പിൽ എടുത്തിട്ട് ലാസ്റ്റ് വേൾഡ് കപ്പിൽ അവൈലബിൾ ആയിരുന്നു, പക്ഷേ പിന്നീട് ബെൻസിമയുടെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായത് ചെറിയൊരു ഇഞ്ചറി ഉണ്ടായിരുന്നു, പക്ഷെ വളരെ അധികം ആഗ്രഹിച്ചിട്ടാണ് ആ ഒരു മത്സരം കളിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ദശാംശിൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ട് മാത്രം പുറത്തായതാണ് എന്നാണ് ആ ഒരു ഇൻ്റർവ്യൂവിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. അപ്പോൾ ടോപ്പിക്കിലേക്ക് വരാം. 2026 ദശാംശിൻ്റെ യുഗം അവസാനിക്കുന്നു എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. ഫൈനലി സിദാൻ ഫ്രാൻസിൻ്റെ കോച്ചാവാൻ പോകുന്നു എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. എത്രമാത്രം സക്സസ് ആവും എന്നറിഞ്ഞുകൂടാ. കാരണം ദശാംശിൻ്റെ ആ ഒരു സമയത്തുണ്ടായ സ്ക്വാഡല്ല ഇപ്പം നിലവിൽ ഫ്രാൻസിൻ്റെ സ്ക്വാഡ്. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. എന്തായാലും സിദാൻ്റെ ആഗ്രഹം നടക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ ആ ഒരു നിമിഷത്തിന് വേണ്ടി ഞാൻ പ്രത്യേകം വെയിറ്റ് ചെയ്യുകയാണ്. ഒന്നാമത് എനിക്ക് ഇത്ര ഇൻട്രസ്റ്റ് എന്താണെന്ന് വെച്ചാൽ റിയൽ മാഡ്രിഡിൻ്റെ കോച്ചായിട്ടും റിയൽ മാഡ്രിഡ് ലെജൻഡ് കൂടിയാണ്. ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കൂടി എനിക്കുണ്ട്. അപ്പോൾ ഗൈസ്, സിദാനെ കുറിച്ചിട്ട് എനിക്ക് ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായം എന്തൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഗൈസ്, നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.